പ്രിയഞ്ചേട്ടനോട് പറ പറയാൻ. ഞാനൊരു 1000 തവണ ഇവളോട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞു. എത്ര ചോദിച്ചാലും ഇവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന ഉത്തരം മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. എനിക്ക് മതിയായി. ഇനി ഈ വിഷയത്തെപ്പറ്റി ഞാൻ ഇവളോട് ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ ഇവളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഇവൾക്ക് തോന്നുമ്പോൾ ഇവളെ എല്ലാ സത്യവും എന്നോട് പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ വേണ്ട. ഇനി ഈ വിഷയം എന്താണെന്ന് ചോദിച്ച് നീ ഇവളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. വന്ന് ജോലി ചെയ്യാൻ നോക്കും. നീ എന്താ പാറു ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ വെറുതെ അല്ല. സത്യം എന്താന്ന് നീ പ്രിയൻചേട്ടനോട് പറഞ്ഞ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല. ആ, അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ഓക്കെ, യെസ്. ആ, ഫയൽ കയ്യിലുണ്ട്. ഓക്കെ, യെസ്. വീക്കെൻഡ് ആവട്ടെ. കൈലാഷ്, ആ, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ആ, മുക്ത, ദിസ് ഈസ് ഫോർ യു. എനിക്കാണോ? എന്തേത്? തുറന്നു നോക്ക്. ഇതെന്താ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തരുന്ന? കളിയാക്കൊന്നും വേണ്ട. ഇത് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, പ്രായമായവർക്കും അത്യാവശ്യമുള്ള കാര്യം തന്നെയാ. ഓക്കെ ഓക്കെ. ഇത് നീ എനിക്ക് വേണ്ടി വാങ്ങിയതാണോ? മമ്മിയെ ദുബായ് ഇന്ന് കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ. മമ്മി ഇതെല്ലാം എനിക്ക് കൊണ്ടുവന്നതാ. അവിടെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടുമല്ലോ. ഇത് കിട്ടിയപ്പോ തന്നെ എനിക്ക് കൈലാഷിനെ ഓർമ്മ വന്നത്. അതാ നേരെ നിനക്ക് കൊണ്ടുവന്ന് തന്നെ. താങ്ക് യു മുക്ത. നിന്റെ മമ്മി നിനക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാ നീ എനിക്ക് തരുന്ന. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. അങ്ങനെയൊക്കെ ആണെങ്കിലും ആന്റി ഇത് നിനക്ക് വേണ്ടിട്ടല്ലേ വാങ്ങിയത്. അത് ഞാൻ കഴിച്ചാൽ എങ്ങനെ ശരിയാവും? ഇത് നീ തന്നെ വെച്ചോ. എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഞാൻ നിനക്ക് വേണ്ടി സ്നേഹത്തോടെ കൊണ്ടുവന്നതാ. ഇത് നീ കഴിച്ചാൽ ഞാൻ ഹാപ്പി ആവും. ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യം നിനക്ക് തന്നെയാണ്. നീ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നല്ലേ. ഇതില് പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ കഴിച്ചാലേ നീ ഹെൽത്തി ആയിരിക്കും. എനിക്കെന്താ ഇത് തോന്നാത്തത്? പാർവതിക്ക് ഇതുപോലെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമായിരുന്നു. അവൾക്ക് ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. കൈലാഷ്, ആ, നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. താങ്ക് യു ഫോർ ദിസ്. ഇറ്റ്സ് ഓക്കെ കൈലാഷ്, ഇതിലൊക്കെ എന്തിരിക്കുന്നു. നിനക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞാ മതി. മമ്മിയുടെ കുറെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞ് കൂടുതൽ കൊടുത്തയക്കാൻ പറയാം. ഏയ് അതൊന്നും വേണ്ട, ഇത് തന്നെ ധാരാളം. വേണമെങ്കിൽ ഞാൻ പറയാം. നിനക്ക് നിന്റെ മമ്മി സ്നേഹത്തോടെ തന്നെ ഈ സമ്മാനം എനിക്ക് തരുന്നതില് തെറ്റൊന്നുമില്ലല്ലോ. ഏയ് ഇതിന്റെ ആവശ്യം നിനക്കല്ലേ കൈലാഷ്? നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന സാധനം നമുക്ക് ഗിഫ്റ്റായി കിട്ടുമ്പോ അത് അവർക്ക് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അല്ല, നിന്റെ മമ്മിക്ക് വിഷമം തോന്നില്ലേ? എന്റെ ഹാപ്പിനെസ് അല്ലേ മമ്മിക്ക് ഏറ്റവും വലുത്. നീ ഇത് കഴിക്കുന്നതാണ് എന്റെ ഹാപ്പിനെസ്. മമ്മി ഇത് മനസ്സിലാക്കി സന്തോഷിച്ചോളൂ. ഓക്കെ, ഇപ്പോഴാണ് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത്. ഞാൻ ഇപ്പോ വരാം. ഇത്ര ധൃതി പിടിച്ച നീ ബോക്സും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? പാർവതി, എന്താ സാറത്? വാങ്ങ്. സാർ
ഇതൊക്കെ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പ്യൂർ ഡ്രൈ ഫ്രൂട്ട്സാ. ഇതിൽ കുറെ ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്. പാർവതി ഒരുപാട് ടയേർഡായിരിക്കുന്ന അവസ്ഥയിലല്ലേ, ഇത് കഴിക്കുന്നത് നല്ലതാ. ഇതിനാണ് മേഡം ഇങ്ങനെ തുറച്ചു നോക്കണേ. ഇവൾക്ക് കൈലാഷ് സാറേ വാരിക്കൊരു കാശ് കൊടുക്കുമ്പോ പോലും കാണിക്കാത്ത ദേഷ്യേ എന്തിനാ മേഡം ഈ ഡ്രൈ ഫ്രൂട്ട് കൊടുക്കുമ്പോ കാണിക്കണേ? ഓഹ്, അത് ഞാൻ കൈലാഷിന് ഗിഫ്റ്റായി കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സാ. എ, ഉം. എന്തായാലും അത് കളിക്ക്. എല്ലാ ദിവസവും ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാ പാർവതി പെട്ടെന്ന് ഓക്കെ ആവും. സാറ് എനിക്കിത് തരാൻ ആഗ്രഹിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഇതൊന്നും കഴിച്ച് എനിക്ക് ശീലമില്ല. അതുകൊണ്ട് ഇത് സാറ് തന്നെ എടുത്തോളൂ. വേറൊന്നും വിചാരിക്കരുത്. ശീലമില്ലെങ്കിൽ എന്താ, ഇനി കഴിച്ച് ശീലിച്ചൂടെ? ഇനി സ്വാദ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മരുന്നാണെന്ന് കരുതി കഴിച്ചാൽ മതി. എനിക്ക് വേണ്ട സാർ. ദാ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ താൻ കേൾക്കില്ലെന്ന് എനിക്കറിയാം. പ്രിയൻ, ഇങ്ങ് വാ. ഇതിൽ നിന്നൊരു പീസ് എടുത്ത് പാർവതിക്ക് കൊടുക്ക. എന്താ നോക്കി നിൽക്കുന്നേ, കൊടുക്ക. മേഡത്തിന്റെ പ്രണയത്തിന് ശക്തിപ്പെടുത്താൻ കൊണ്ടുവന്ന സമ്മാനേ ഇപ്പൊ വല്ലവരെയും പ്രേമത്തിന് ഉപകാരപ്പെടുക. വല്ലാത്തൊരു തലവിധി അല്ലേ മേഡം? ഷട്ട് അപ്പ് കരുണാകരൻ. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്തായാലും. എങ്ങനെയുണ്ട്? നല്ലതാ സാർ. പാർവതിക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇനി മുതൽ പാർവതി ഇത് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് പ്രിയന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ നോക്കിക്കോളാം സർ. എന്നാ ശരി, യു ക്യാരി ഓൺ.